ഇയേഴ്സ് വാലന്റൈൻസ് ഡേ അല്ല, അപ്പോൾ ചെറുതായിട്ടൊന്ന് ആഘോഷിക്കാമെന്ന് വെച്ചു. ചെറിയൊരു ട്രിപ്പിന് ഇറങ്ങിയതാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങുന്നവരെ എങ്ങോട്ട് പോകണം എന്നുള്ളത് തീരുമാനമായിട്ടില്ല കേട്ടോ. ഇറങ്ങുമ്പോൾ ഓൾറെഡി ലേറ്റായി 10:30 10:45 ആയി. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മക്കൾ സ്കൂളിൽ പോയി. വീട്ടിൽ കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ എങ്ങോട്ട് പോകണം എന്നുള്ള ഡിസ്കഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് നമ്മൾ താമരശ്ശേരി അടിവാരം എത്തുമ്പോൾ പിക്കിൾ കോർണർ കട നിങ്ങൾ ഒരുവിധം എല്ലാവരും കണ്ടിട്ടുണ്ടാവും കേട്ടോ. ഈ ഐറ്റംസ് എൻ്റെ വീക്ക്നെസ് ആണ്. ഇങ്ങനെ ചില്ലുവരണിയിലിരിക്കുമ്പം നമ്മൾ വാങ്ങി കഴിക്കാതെ പോകുന്നത് മോശമല്ലേ. പിന്നെ അവിടുന്ന് ഉപ്പിലിട്ടതും സർബത്തും ഒക്കെ കഴിച്ചിട്ട് പിന്നെ ഇറങ്ങി. അപ്പോൾ ഡിസ്കഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ അതുപോലെ തന്നെ നമ്മൾ വയനാട് ചുരം കയറി. പിന്നെ വയനാട്ടിൽ എവിടേക്ക് പോകണം എന്നുള്ളതായി അടുത്ത ഡിസ്കഷൻ കേട്ടോ. വയനാട് ഒരുവിധ സ്ഥലങ്ങളൊക്കെ നമ്മൾ പോയതാണ്. എന്നാലും നമുക്ക് പെട്ടെന്ന് പോയി വരാൻ പറ്റുന്ന ഇഷ്ടപ്പെട്ട സ്ഥലം വയനാട് തന്നെയാണ്. നമ്മൾ ആ ചുരത്തിൽ വളവിൽ കയറുന്ന സമയത്തുള്ള കടയിൽ കാടമുട്ട അതെൻ്റെ ഒരു വീക്ക്നെസ് ആണ് കേട്ടോ. അപ്പോൾ അത് കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ നൊസ്റ്റു പുളിയച്ചാറ് കണ്ടു. അപ്പോൾ ഏതായാലും അതും വാങ്ങി കഴിച്ച് പിന്നെ പോകുന്ന വഴിക്ക് ഇങ്ങനെ വയനാട്ടിൽ എവിടെ പോകണം എന്നുള്ള ഡിസ്കഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് പോയിട്ട് വരികയും വേണം. ഒരുപാട് ദൂരം അങ്ങോട്ട് പോകാനും പറ്റില്ല, ലേറ്റ് ആയതുകൊണ്ട്. അപ്പോൾ നമ്മുടെ മുന്നിലുള്ള ഈ ഒരു ജീപ്പിൻ്റെ മുകളിലെ ക്യാപ്ഷൻ ഇട്ട് ഡോണ്ട് ഫോളോ മീ, ഐ ആം ഗോയിങ് ടു ജംഗിൾ. അപ്പോൾ അതുപോലെ നമ്മളെ വയനാട് വെൽക്കം ചെയ്തു. പിന്നെ നമ്മൾ തീരുമാനിച്ചു നമ്മൾ പോവാത്തൊരു സ്ഥലം, പിന്നെ പെട്ടെന്ന് പോയി വരാൻ പറ്റുന്നൊരു സ്ഥലം നമ്മുടെ 900 കണ്ട്. അങ്ങനെ 900 കണ്ടൊക്കെ ഫിക്സ് ചെയ്ത് പോകുന്ന റൂട്ടിൽ നമ്മൾ ഇതേപോലെ വീണ്ടും കുൽക്കി സർബത്തും ഇതൊക്കെ കണ്ടു. അവിടെ നിർത്തി പിന്നെ ഒരു കുൽക്കി പിന്നെ ഇതൊക്കെ കഴിച്ചിട്ട് പിന്നെ പോവാണ്. അപ്പോൾ 900 കണ്ട് മേപ്പാടി റൂട്ടിൽ ഡ്രൈവ് ചെയ്യാൻ നല്ല രസമുള്ളൊരു റൂട്ടാട്ടോ അത്. റോഡ് അത്ര നല്ലതല്ല, പക്ഷെ എന്നാലും പോകുന്ന വഴിക്കുള്ള കാഴ്ചകളും ആ ഒരു ഹരിതാഭ പച്ചപ്പൊക്കെ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് എന്തായാലും അപ്പോഴത്തേക്ക് ഫുഡ് കഴിക്കേണ്ട സമയമായി. അപ്പം കണ്ടൊരു കുഴപ്പമില്ലാത്തൊരു കടയിൽ കയറി. അവിടുന്ന് ഉള്ള വ്യൂ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ പണി കിട്ടണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ ബിരിയാണിയും വാങ്ങിച്ചു, ചോറും വാങ്ങിച്ചു. ഏതാണ് ബെറ്റർ എന്ന് അറിയില്ലല്ലോ. അപ്പോൾ രണ്ടും വലിയ കുഴപ്പമില്ലായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പിന്നെ മേപ്പാടി റൂട്ടിൽ ഇവിടെ 900 കണ്ടിക്കുള്ള ജീപ്പ്, നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് ഓഫ് റോഡ് ഡ്രൈവാണ്. അപ്പോൾ നമ്മൾ അവരുടെ ജീപ്പിൽ വേണം പോകാൻ. അപ്പോൾ നോക്കുമ്പോൾ അവിടെ ആളില്ല. 6 പേര് ഒരു 1250 രൂപയാണ് വരുന്നത് കേട്ടോ ചാർജ്. അപ്പോൾ നമ്മൾ 2 പേരല്ലേ ഉള്ളൂ. അപ്പോൾ അവർ പറഞ്ഞു സൂചിപ്പാറയിൽ തിരിച്ചു വരുന്ന ആളുകളുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ മുന്നോട്ട് പോയി അവിടുന്ന് കുറച്ച് ആളുകളൊക്കെ കിട്ടി. അപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് ഒരു ഉത്തരേന്ത്യൻ ഫാമിലി, മലയാളീസ് ഞങ്ങൾ 2 പേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഓഫ് റോഡ് നമ്മളൊരു 4-5 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട് കേട്ടോ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ പോകുന്ന വഴിക്ക് അവർ പറഞ്ഞു നല്ലൊരു ഡ്രൈവ് തന്നെയായിരുന്നു. പക്ഷേ അതിൽ ചെറിയൊരു കോമഡി ഉണ്ടായി. നമ്മുടെ പുറകിലുള്ള ഒരു ചേട്ടൻ അവർ പറഞ്ഞു ഇതെന്താ കേരള ഗവൺമെൻറ് റോഡുകളൊക്കെ ഇങ്ങനെ ഇട്ടേക്കുന്നതെന്നൊക്കെ. അപ്പോൾ അവർക്കത് ഓഫ് റോഡാണെന്ന് മനസ്സിലായില്ല തോന്നുന്നു. അപ്പോൾ നമ്മുടെ ഡ്രൈവർ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. നമുക്കാണെങ്കിൽ നമ്മുടെ കേരള ഗവൺമെൻറ്റിനെ കുറ്റം പറഞ്ഞപ്പം ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാഞ്ഞിട്ട് വലിയ ബുദ്ധിമുട്ട്. പക്ഷേ നമ്മുടെ ഭാഷ ഒരു പ്രശ്നമായതുകൊണ്ട് മിണ്ടാതിരുന്നപ്പം ഡ്രൈവർ ഇങ്ങനെ ഫുൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, പിന്നെ ഇത് നമുക്ക് ഓഫ് റോഡ് ഫീൽഡിലാണ് ഇങ്ങനെ ഇട്ടേക്കുന്നത് എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ അവിടെ 2 പാർക്കാണുള്ളത് എന്നാണ് അവർ പറഞ്ഞത്. സ്കൈ പാർക്ക് ഇവിടുന്ന് കുറച്ചും കൂടെ മുകളിലേക്കും, എക്കോ പാർക്കിലാണ് ഇപ്പോൾ നമ്മൾ ഇറങ്ങിയിരിക്കുന്നത്. അവിടെ ചാർജ് വരുന്നത് ഒരാൾക്ക് 250 രൂപയാണ് കേട്ടോ. ഈ 250 രൂപയിൽ കുറേ റൈഡുകളൊക്കെ ഫ്രീ ആണ്. അപ്പോൾ നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജ്, പിന്നെ ബ്രിഡ്ജ് ഞാൻ വിചാരിച്ചാലും കുറച്ച് ചെറുതായിരുന്നു കേട്ടോ. ഞാനിങ്ങനെ എല്ലാവരുടെ റീലും വീഡിയോസൊക്കെ കാണുമ്പോൾ കുറച്ചും കൂടെ വലിയൊരു ബ്രിഡ്ജായിരുന്നു പ്രതീക്ഷിച്ചത്. പക്ഷെ എന്നാലും നല്ല അടിപൊളിയാണ് കേട്ടോ. അവിടെ നിന്നുള്ള വ്യൂവും നമുക്ക് കുറേ ഫോട്ടോസും ഇതൊക്കെ എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി സ്ഥലം തന്നെയാണ്. പിന്നെ നമുക്ക് ഇവിടുത്തെ ഈ സംഭവങ്ങളൊക്കെ നമ്മുടെ 250 രൂപയിൽ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. അപ്പോൾ ഇത് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ സുരേഷേട്ടൻ പോയി വരട്ടെ, എന്നിട്ട് എക്സ്പീരിയൻസ് എങ്ങനെയെന്ന് നോക്കിയിട്ട് എനിക്ക് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഇത് അധികം ഹൈറ്റിലൊന്നല്ല, നമുക്ക് നല്ലൊരു അടിപൊളി സംഭവമാണ്. പിന്നെ വിചാരിച്ച പോലെ അങ്ങനെ പോകുമ്പോഴുള്ള ബുദ്ധിമുട്ടും ആ ഷേക്ക് വല്ലാണ്ട് ഇങ്ങനെ ഷേക്ക് ആവുമ്പോൾ നമുക്ക് നടക്കുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. പിന്നെ 900 കണ്ടിൽ നിന്നുള്ള കുറേ റീലുകൾ നമ്മൾ ഇൻസ്റ്റയിലൊക്കെ കണ്ടതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര വരണമെന്ന് ഇഷ്ടമുള്ളൊരു സ്ഥലം തന്നെയായിരുന്നു, ആഗ്രഹിച്ചൊരു സ്ഥലം തന്നെയായിരുന്നു. അപ്പോൾ സംഭവം അവിടുത്തെ റൈഡുകൾ, പിന്നെ നമുക്ക് ബാക്കി സ്വിങ്ങൊക്കെ നമ്മൾ എക്സ്ട്രാ ചാർജ് കൊടുത്തിട്ട് തന്നെ കയറണം കേട്ടോ. 200 രൂപയാണ് സ്വിങ്ങിന് വരുന്നത്. അത് നല്ല എക്സ്പീരിയൻസ് ആണെന്ന് പറഞ്ഞു. പക്ഷേ നമുക്ക് 1 മണിക്കൂറേ സമയമുള്ളൂ, ജീപ്പ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ റൈഡൊന്നും ഇങ്ങനെ പരീക്ഷിക്കാനുള്ള സമയമില്ലായിരുന്നു. കാരണം നമ്മുടെ ഫോട്ടോസ് എടുക്കലും വീഡിയോസ് എടുക്കലൊക്കെ അതിൻ്റെ കൂടെ നടക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് 1 അവർ കഴിഞ്ഞു, തിരിച്ചിറങ്ങി. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ 900 കണ്ടി തന്നത്. പിന്നെ വരുന്ന വഴിക്ക് സ്നാക്സും ചായയൊക്കെ കുടിച്ച് പിന്നെ അത് കഴിഞ്ഞ് രാത്രി നമുക്ക് ചുരത്തിലൂടെ ഇറങ്ങുമ്പം അത് വല്ലാത്തൊരു ഫീലാണല്ലേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അക്കുട്ടൻ പറഞ്ഞത് തിരിച്ച് വരുമ്പോൾ നിങ്ങൾ സാൻഡ്വിച്ച് വാങ്ങണമെന്ന് മാത്രമായിരുന്നു. അപ്പോൾ അതും വാങ്ങിച്ചിട്ട് വേഗം ഒരു 8:30 8:45